ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ അടുത്ത സാമൂഹ്യ സ്ഥാപനമായിട്ടുള്ള റിലീജിയനെ കുറിച്ചാണ് പറയുന്നത്, മതത്തെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഘടകങ്ങൾ എന്താണ്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഉൽപ്പത്തി എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഈസ് ഡിഫറെൻറ്റ് ഫ്രം തിയോളജിക്കൽ സ്റ്റഡി ഓഫ് റിലീജിയൻ. ഈ മതത്തിൻ്റെ സമൂഹശാസ്ത്രപരമായ പഠനം എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായ പഠനത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായതാണ്. മതം ഒരു സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന് മറ്റുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള അനുഭവസിദ്ധമായ പഠനത്തെയാണ് മതത്തിന്റെ സമൂഹശാസ്ത്രപരമായ പഠനം എന്ന് പറയുന്നത്. മതത്തിന്റെ സമൂഹശാസ്ത്ര പഠനത്തിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? മതം എന്ന് പറയുന്നത് എങ്ങനെ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്നു. അതേപോലെ തന്നെ സമൂഹത്തിലെ മറ്റുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളുമായി മതത്തിന് എന്ത് ബന്ധമാണ് ഉള്ളത് എന്നുള്ളതാണ് മതത്തിന്റെ സമൂഹശാസ്ത്രപരമായ പഠനത്തിൽ പഠിക്കുന്നത്. മതപരമായ വിശ്വാസങ്ങള്, ശീലങ്ങൾ, സ്ഥാപനങ്ങൾ, സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും മറ്റു വശങ്ങളെ കുറിച്ചുള്ള അന്വേഷണം, ഇതൊക്കെയാണ് സമൂഹശാസ്ത്രപരമായിട്ടുള്ള മതത്തിന്റെ പഠനത്തിൽ വരുന്നത്. മതത്തിന്റെ സമൂഹശാസ്ത്രപരമായ പഠനത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? മതപരമായ വിശ്വാസങ്ങൾ, ശീലങ്ങൾ, സ്ഥാപനങ്ങൾ, സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും മറ്റ് വശങ്ങളെ കുറിച്ചുള്ള അന്വേഷണം എല്ലാം മതത്തിന്റെ സമൂഹശാസ്ത്രപരമായ പഠനത്തിൽ വരുന്നുണ്ട്. ഈ പഠനത്തിന് വേണ്ടി താരതമ്യ രീതിയാണ് ഉപയോഗിക്കുന്നത്. മതത്തിന്റെ സമൂഹശാസ്ത്ര പഠനത്തിന് വേണ്ടി താരതമ്യ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഈ താരതമ്യ രീതി എല്ലാ മതങ്ങളെയും ഒരേ തലത്തിലേക്ക് കൊണ്ടുവരാനായി സഹായിക്കുന്നുണ്ട്. അത് മതങ്ങളെ അഭേദ്യമായി പഠിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മതപരമായ ജീവിതം വളരെ വ്യക്തമാകണമെങ്കിൽ കുടുംബജീവിതം, സാമ്പത്തിക ജീവിതം, രാഷ്ട്രീയ ജീവിതം എന്നിവയുമായി അതിനെ ബന്ധപ്പെടുത്തേണ്ടതായി ഉണ്ട്. പിന്നെ മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തില് ഈ മതം എന്ന് പറയുന്നത് സാർവത്രികവും ശാശ്വതവുമായി മാറിയിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് ഈ മതത്തെ കാണാനായി ഇന്ന് സാധിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നായി മതം മാറിക്കഴിഞ്ഞു. ഭൗതിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയാലും ഈ മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന മതപരമായ അന്വേഷണം ഏതൊരു മനുഷ്യനിലും ഉണ്ടായിരിക്കും. എന്നാൽ ഈ മതം എപ്പോഴാണ് ഉണ്ടായത്, എപ്പോ ഇത് രൂപം കൊണ്ടു എന്നതിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. മതത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് അജ്ഞാതമാണ്. പണ്ട് കാലങ്ങളിലെല്ലാം പ്രകൃതിയിലായിരുന്നു മനുഷ്യൻ വിശ്വസിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങളും പ്രകൃതി ആശ്രയിച്ചിട്ടാണ് ചെയ്തിരുന്നത്. എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ആർക്കും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ വിശ്വസിച്ചിരുന്നത് ഒരു പ്രകൃത്യാതീത ശക്തിയുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനത്തിന് തെറ്റായ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അതിന് പ്രതികരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഈ പ്രകൃത്യാതീത ശക്തിയിലുള്ള വിശ്വാസം, അതിനോടുള്ള ഭയമാണ് പിന്നീട് മതമായി മാറിയിട്ടുള്ളത്. ഈ മതത്തിന് മനുഷ്യ ജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഉള്ളത്. അനുമാനങ്ങളുടെയും ഊഹങ്ങളുടെയും അതേപോലെ ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് മതം മനുഷ്യ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമുക്ക് മതത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എലമെന്റ്സ് ഓഫ് റിലീജിയൻ. ഒന്നാമത്തെ ഘടകമായി വരുന്നത് ബിലീഫ് ഇൻ സൂപ്പർ നാച്ചുറൽ പവർ, പ്രകൃത്യാതീത ശക്തിയിലുള്ള വിശ്വാസം. ചില ആളുകൾ പ്രകൃതിയിലെ തന്നെ പല ഘടകങ്ങളെ വിശ്വസിക്കുന്നവരുണ്ടാവും. ജലം, ഭൂമി, വായു, അങ്ങനെ ഒരുപാട് ഘടകങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒന്നിലധികം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരെയാണ് പോളിതീസിസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നിലധികം ദൈവങ്ങളെ വിശ്വസിക്കുന്നവരെയാണ് പോളിതീസിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റു ചിലരുണ്ട്, അവര് ഒരൊറ്റ ദൈവത്തിലാണ് വിശ്വസിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ആ ഒരൊറ്റ ദൈവം എന്ന് പറയുന്നത് സർവ്വവ്യാപിയും സർവശക്തനും സർവജ്ഞാനിയുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സർവ്വവ്യാപി എന്ന് പറയുന്നത് ഒമ്നി പ്രസന്റ്, സർവശക്തൻ ഒമിനി പൊട്ടന്റ്, സർവജ്ഞാനി ഒമിനി സൈന്റ്. അങ്ങനെ ഒരു ദൈവം, ആ ഒരൊറ്റ ദൈവം സർവ്വവ്യാപിയാണെന്നും സർവശക്തനാണെന്നും സർവജ്ഞാനിയാണെന്നും വിശ്വസിക്കുന്ന ആ ആളുകളെയാണ് മോണോതീസിസ്റ്റ് എന്ന് പറയുന്നത്. ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. ഹു ബിലീവ് ഇൻ വൺ ഗോഡ്, ദേ ആർ കോൾഡ് മോണോതീസിസ്റ്റ്. അങ്ങനെ ഏകദൈവ വിശ്വാസികൾ എന്ന് അറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ ഘടകമാണ് മാൻസ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് സൂപ്പർ നാച്ചുറൽ.
മനുഷ്യന്റെ പ്രകൃത്യാതീത ശക്തിയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃത്യാതീത ശക്തികളുടെ കൃപയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവന്റെ പ്രാർത്ഥനകൾ, മനുഷ്യന്റെ പ്രാർത്ഥനകളാണെങ്കിലും സ്തോത്രങ്ങളാണെങ്കിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ ഇത് നമുക്ക് കാണാനായി സാധിക്കും. പ്രകൃത്യാതീത ശക്തിയോടുള്ള ബഹുമാനമില്ലായ്മയാണ് മനുഷ്യനെ പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ ഒരു പ്രകൃത്യാതീത ശക്തിയുണ്ട്, ആ പ്രകൃത്യാതീത ശക്തിയുടെ കൃപയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നാണ് വിശ്വസിച്ചിരുന്നത്. മനുഷ്യന്റെ ഓരോ പ്രാർത്ഥനയിലും സ്തോത്രങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം നമുക്കിത് കാണാനായി സാധിക്കും. എപ്പോഴെങ്കിലും മനുഷ്യൻ ഈ പ്രകൃത്യാതീത ശക്തിയോട് ബഹുമാനം കാണിക്കാതിരിക്കുകയാണെങ്കിൽ അത് മനുഷ്യനെ അപകടങ്ങളിലേക്ക് എത്തിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതാണ് രണ്ടാമത്തെ ഘടകമായി വരുന്നത്. ഇനി മൂന്നാമത്തെ ഘടകം പറയുന്നത് റിലീജിയൻ കൺസിഡേഴ്സ് സം ആക്ട് ആസ് റൈറ്റ്വസ് ആൻഡ് സേക്രഡ്. ചില പ്രവൃത്തികൾ ശരിയായും വിശുദ്ധമായും കണക്കാക്കുന്നു. അതാണ് നാലാമത്തെ ഘടകം. അപ്പൊ അങ്ങനെ ശരിയായ പ്രവർത്തികൾ ചെയ്യാൻ മതം മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മറ്റുള്ള പ്രവൃത്തികളെല്ലാം, തെറ്റായ പ്രവൃത്തികളെല്ലാം തന്നെ പാപമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം തന്നെ മതം തള്ളിപ്പറയുന്നും ഉണ്ട്. ശരിയായ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യർക്ക് സൽഫലം കിട്ടുമെന്നും നല്ല ഫലങ്ങൾ കിട്ടുമെന്നും ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവര് അത്യാഹിതത്തിൽ ചെന്ന് പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ മനുഷ്യന്റെ ചില പ്രവൃത്തികൾ ശരിയായും വിശുദ്ധമായും കണക്കാക്കുന്നു. അത്തരം പ്രവൃത്തികളെ മതം പുകഴ്ത്തി പറയുന്നു. എന്നാൽ മറ്റുള്ള തെറ്റായ പ്രവൃത്തികൾ പാപമാണെന്നും അതിനെ മതം തള്ളിപ്പറയുകയുമാണ് ചെയ്യുന്നത്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് നല്ല ഗുണം കിട്ടും, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവര് അത്യാഹിതത്തിൽ ചെന്ന് പെടുകയും ചെയ്യും. അതാണ് മൂന്നാമത്തെ ഘടകത്തിൽ പറയുന്നത്. ഇനി നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് സാൽവേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് റിലീജിയൻ. മോക്ഷം എന്ന സങ്കല്പം മതവുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊരു മതത്തിന്റെയും പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് മരണശേഷം മോക്ഷം കിട്ടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ അതാണ് നാലാമത്തെ ഘടകം, മോക്ഷം എന്ന സങ്കല്പം. ഇനി അഞ്ചാമത്തെ ഘടകമായി വരുന്നത് എ ഡെഫിനിറ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ്. ഏതൊരു മതത്തിനാണെങ്കിലും ആരാധനയ്ക്ക് ഒരു നിശ്ചിത ഇടമുണ്ടായിരിക്കും. അപ്പോൾ ഓരോ മതത്തിനും ഓരോ ആരാധനാലയങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ദേവാലയങ്ങളുണ്ട്, ഹിന്ദുക്കൾക്ക് അമ്പലം, മുസ്ലിങ്ങൾക്ക് പള്ളി, അങ്ങനെ ഓരോ മതത്തിനും ഓരോ പ്രത്യേക ആരാധനാലയങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് അഞ്ചാമത്തെ ഘടകമായി പറയുന്നത്. ഇനി ആറാമത്തെ ദ കൺസെപ്റ്റ് ഓഫ് സേക്രഡ്നെസ്, വിശുദ്ധതയുടെ സങ്കല്പം. വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും വസ്തുക്കളും എല്ലാം വിശുദ്ധമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ ആരാധനാലയങ്ങളാണെങ്കിലും വിശുദ്ധ ഗ്രന്ഥങ്ങളാണെങ്കിലും ഒക്കെ വിശുദ്ധമായാണ് കണക്കാക്കുന്നത്. മതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും വസ്തുക്കളും വിശുദ്ധമായി കണക്കാക്കുന്നു എന്നുള്ളതാണ് ആറാമത്തെ ഘടകമായി വരുന്നത്. ഇനി ഏഴാമത്തെ ഘടകം സ്പെസിഫിക് റിച്വൽസ്. ഓരോ മതങ്ങൾക്കും നിശ്ചിത അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരിക്കും. നൃത്തം, മന്ത്രങ്ങൾ, വ്യത്യസ്ത വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയൊക്കെ തന്നെ അനുഷ്ഠാനങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇത്രയാണ് മതത്തിന്റെ ഘടകങ്ങളായി വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് മതങ്ങളുടെ സാമൂഹ്യ പങ്കിനെ കുറിച്ചാണ്. സോഷ്യൽ റോൾ ഓഫ് റിലീജിയൻ. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും മതത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കാനുള്ളത്. മനുഷ്യന്റെ സാമൂഹികവും ആത്മീയവും മാനസികവുമായ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തി കൊടുക്കുന്നത് മതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സാമൂഹ്യവൽക്കരണത്തിലും സാമൂഹ്യ നിയന്ത്രണത്തിലുമെല്ലാം തന്നെ മതത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഉള്ളത്. സദാചാരപരവും ധാർമ്മികവുമായ മൂല്യങ്ങൾ പുലർത്തുന്നതിൽ മതം ഓരോ മനുഷ്യനെയും സഹായിക്കുന്നു. എല്ലാ മതങ്ങളും സാമൂഹ്യക്ഷേമത്തിനും സാർവത്രിക സാഹോദര്യത്തിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത്. സാധാരണക്കാരുടെ ക്ഷേമം ലക്ഷ്യമാക്കി നിരവധി സാമൂഹ്യ പദ്ധതികൾ മതസംഘടനകൾ ഏർപ്പെടുത്തുന്നുണ്ട്. സാമൂഹ്യ ഉത്ഗ്രഥനം നടത്തുന്നതിൽ മതം സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയമാണ് ഏതൊരു മതത്തിന്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്. മതം സമൂഹത്തെ യോജിപ്പിക്കുന്ന ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ തെളിവില്ലാത്ത കർക്കശ വിശ്വാസങ്ങളും വർഗീയതയും ഈ മതം സൃഷ്ടിക്കുന്നുണ്ട്. മൗലികവാദം പലപ്പോഴും സാമൂഹ്യ മാറ്റങ്ങളെയും ശാസ്ത്ര പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. തീവ്രമായ അവസ്ഥയിൽ മതമൗലികത ചിന്താ സ്വാതന്ത്ര്യം കൂടി നിഷേധിക്കുന്നുണ്ട്. എന്നാൽ മതത്തിന്റെ പേരിലുള്ള ഒന്നും വെറുപ്പോ അശുഭ ചിന്തകളോ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ നാശമോ പ്രചരിപ്പിക്കുന്നില്ല. അതാണ്
മതത്തിന്റെ സാമൂഹിക പങ്ക് എന്ന് പറയുന്നത്. മതത്തിന് സമൂഹത്തിലെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാന പങ്കാണുള്ളത്. സാമൂഹ്യവൽക്കരണത്തിലും സാമൂഹ്യ നിയന്ത്രണത്തിലും എല്ലാം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും സാർവത്രിക സാഹോദര്യത്തിനും വേണ്ടിയിട്ടാണ് മതം നിലകൊള്ളുന്നത്. സാമൂഹ്യ ക്ഷേമം ലക്ഷ്യമാക്കി ഒരുപാട് പദ്ധതികൾ ഈ മതസംഘടനകൾ ചെയ്തു വരുന്നുണ്ട്. തിന്മ പരാജയപ്പെടുകയും നന്മ വിജയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് മതത്തിന്റെ പ്രധാന ലക്ഷ്യമായി വരുന്നത്. പക്ഷെ ചില സമയത്ത് ഈ മതവിശ്വാസങ്ങൾ വർഗീയതയ്ക്കും അതേപോലെ തന്നെ കർക്കശ വിശ്വാസങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പിന്നെ ചില സമയത്ത് ശാസ്ത്ര പുരോഗതിയെയും ഇത് തടസ്സപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ മതമൗലികത ചിന്താ സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മതം ഒരിക്കലും വെറുപ്പോ അശുഭചിന്തകളോ മനുഷ്യവർഗത്തിന്റെ നാശമോ ഒന്നും തന്നെ പ്രചരിപ്പിക്കുന്നില്ല. ഇത്രയാണ് മതത്തിന്റെ സാമൂഹ്യ പങ്കില് പറയാനുള്ളത്. ഇനി മതത്തിന്റെ ഉൽപ്പത്തി കൂടി പറയാനുണ്ട്. സമയം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. മതത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു എന്നുള്ളത് അത് ഓരോ സമൂഹ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമാണ് ഇനി പറയാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.